ട്രംപ് പഠിച്ച പണി 18 നോക്കിയിട്ടും റഷ്യ അടുക്കുന്ന ലക്ഷണമല്ല കാണുന്നത്. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി റഷ്യയെ സാമ്പത്തികമായി ഞെരുക്കാൻ ട്രംപ് പഠിച്ച പണി 18 നോക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ആദ്യമായി റഷ്യ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് യുക്രൈന് അനുകൂലമോ പ്രതികൂലമോ എന്ന് വ്യക്തമല്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. യുക്രൈനുമായി സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ അത് ശ്രമകരമായ നീണ്ട പ്രക്രിയയാണെന്നും സമയമെടുക്കുമെന്നുമാണ് റഷ്യ പറയുന്നത്. സമാധാനത്തിന് മുൻപേ റഷ്യയുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനാണ് മുൻഗണന എന്നും മുൻഗണന എന്താണെന്ന് വ്യക്തമാണെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറയുകയുണ്ടായി. 50 ദിവസത്തിനകം വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ കടുത്ത ഉപരോധം തന്നെ നേരിടേണ്ടി വരുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് ദിമിത്രി പെസ്കോവിന്റെ പ്രതികരണം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സമാധാന ചർച്ചകൾ തടസ്സപ്പെടുത്തുന്നു എന്ന യുക്രൈന്റെയും അതിന്റെ പാശ്ചാത്യ പങ്കാളികളുടെയും ആരോപണങ്ങൾ പെസ്കോവും മറ്റ് റഷ്യൻ ഉദ്യോഗസ്ഥരും ആവർത്തിച്ച് നിഷേധിച്ചിരുന്നു. 2022 കയ്യേറിയ 4 യുക്രൈൻ പ്രവിശ്യകൾ റഷ്യയുടേതായി അംഗീകരിക്കണമെന്നതായിരുന്നു പുടിന്റെ പ്രധാന ആവശ്യം. ഇത് യുക്രൈൻ അംഗീകരിച്ചിട്ടുമില്ല. നാറ്റോ സഖ്യത്തിൽ അംഗമാകാനുള്ള നീക്കം യുക്രൈൻ ഉപേക്ഷിക്കണമെന്നും റഷ്യ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം യുക്രൈനു നേരെയുള്ള ആക്രമണം കടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് റഷ്യ എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവ് ലാരിജാനുമായി ആണവ പദ്ധതി സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച കാര്യങ്ങളുമാണ് ചർച്ചയായതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മേഖലയിലെ സാഹചര്യങ്ങൾ സ്ഥിരപ്പെടുത്തുന്നതിനും ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രീയ പരിഹാരം കാണുന്നതിനും അനുകൂല നിലപാടാണ് റഷ്യ ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ആണവ പദ്ധതി സംബന്ധിച്ച് UK, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുമായി ചർച്ച നടത്താൻ തത്വത്തിൽ ധാരണയായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതിനു ശേഷം ആണവ പദ്ധതി സംബന്ധിച്ച് ഇറാൻ US ചർച്ചകൾ സ്തംഭിച്ചിരിക്കുകയാണ്. US-ഉം ആക്രമണത്തിൽ പങ്കാളിയായ സാഹചര്യത്തിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഉറപ്പുകൾ ഇറാനിയൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങൾക്ക് US കൂട്ടുനിൽക്കുകയാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിരുന്നു. മാത്രമല്ല ഇസ്രയേലിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുകയുണ്ടായി. ഏകദേശം 2 ആഴ്ച നീളുന്ന സംഘർഷത്തിന് ശേഷം ഇസ്രയേലും ഇറാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഖമേനിയുടെ പരാമർശങ്ങൾ. US-നോടും ഇസ്രയേലിനോടും പോരാടുന്നത് പ്രശംസനീയമാണെന്നും ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ കണ്ടതിനേക്കാൾ വലിയ പ്രഹരം അതിന്റെ എതിരാളികൾക്ക് നൽകാൻ കഴിയുമെന്നും ഖമേനി പറയുകയുണ്ടായി. പുതിയ സൈനികാക്രമണങ്ങളെ നേരിടാൻ ഇറാൻ തയ്യാറാണെന്നും ഖമേനി വ്യക്തമാക്കുന്നുണ്ട്. യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഉഴപ്പിയിട്ടും ഇറാന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നതിൽ ട്രംപിന് പുടിനോട് വല്ലാത്ത അമർഷം തന്നെയാണ് ഉള്ളത് എന്നത് വേറെ കാര്യം. ഇറാൻ അനുഭവിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് ഇപ്പോഴും യുക്രൈൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്.